Once again, welcome back to my YouTube channel. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെന്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ സെന്റൻസ് ഇതാണ്: എനിക്കറിയില്ല ഞാൻ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന്. അതെങ്ങനെ പറയും? എനിക്കറിയില്ല എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ എന്നാണ്. ഞാനിതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് എന്നെങ്ങനെ പറയും? ഹൗ ഐ വിൽ മാനേജ് ഇറ്റ്. ഐ ഡോണ്ട് നോ ഹൗ ഐ വിൽ മാനേജ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഞാൻ എങ്ങനെയൊക്കെയോ അത് കൈകാര്യം ചെയ്തു. ഇതെങ്ങനെ പറയും? എങ്ങനെയൊക്കെയോ എന്ന് പറയുന്നത് സംഹൗ എന്നാണ്. സോ സംഹൗ ഐ മാനേജ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയൊക്കെയോ അത് കൈകാര്യം ചെയ്തു എന്നാണ് അർത്ഥം. സംഹൗ ഐ മാനേജ്ഡ്. ഇനി അടുത്തത്, രാവിലെ നിങ്ങൾ എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്? ഇതെങ്ങനെ ചോദിക്കും? വാട്ട് ടൈം ഡു യു ലീവ് ദ ഹൗസ് ഇൻ ദ മോർണിംഗ്? വാട്ട് ടൈം ഡു യു ലീവ് ദ ഹൗസ് ഇൻ ദ മോർണിംഗ്? ലീവ് ദ ഹൗസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറപ്പെടുക എന്നുള്ള മീനിങ് ആണ്. വാട്ട് ടൈം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കാണ് എന്നാണ്. സോ വാട്ട് ടൈം ഡു യു ലീവ് ദ ഹൗസ് ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ എത്ര മണിക്കാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് എന്നാണ് അർത്ഥം. ഇനി അടുത്തത്, ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ പറയും? ചർച്ചകൾ എന്ന് പറയാം, ഡിസ്കഷൻസ് എന്ന് പറയാം. സോ ഡിസ്കഷൻസ് ആർ ഗോയിങ് ഓൺ എന്ന് പറഞ്ഞാൽ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ഡിസ്കഷൻസ് ആർ ഗോയിങ് ഓൺ. ഗോയിങ് ഓൺ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരർത്ഥമാണ്. സോ ഡിസ്കഷൻസ് ആർ ഗോയിങ് ഓൺ എന്ന് പറഞ്ഞാൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മീനിങ്. ഇനി എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. ഇതെങ്ങനെ പറയും? എവ്രിബഡി നോസ് അബൌട്ട് ഇറ്റ്. ഇവിടെ എവ്രിബഡി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഈ എവ്രിബഡി എന്നുള്ളത് സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന വേർബും സിംഗുലർ ആയിട്ട് വേണം പറയാൻ. സോ അറിയാം എന്ന് പറയാൻ നോ എന്നാണ്. സോ അത് സിംഗുലർ ആക്കാൻ നോയുടെ കൂടെ ഒരു എസ് കൂടെ ചേർക്കുക. സോ എവ്രിബഡി നോസ് അബൌട്ട് ഇറ്റ് എന്ന് വരും. സോ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം എന്നാണ് മീനിങ്. എവ്രിബഡി നോസ് അബൌട്ട് ഇറ്റ്. ഇനി എനിക്ക് തല കറങ്ങുന്നു. തല കറങ്ങുക എന്നെങ്ങനെയാണ് പറയുന്നത്? ഡിസി എന്ന് പറയാം. സോ ഐ ഫീൽ ഡിസി എന്ന് പറഞ്ഞാൽ എനിക്ക് തല കറങ്ങുന്നു എന്നാണ് മീനിങ്. ഐ ഫീൽ ഡിസി. ഇനി അടുത്തത്, നിനക്ക് ഏത് കളറാണ് വേണ്ടത്? ഇതെങ്ങനെ ചോദിക്കും? ഏത് കളർ എന്ന് പറയാൻ വിച്ച് കളർ എന്ന് ചോദിക്കാം. സോ വിച്ച് കളർ ഡു യു വോണ്ട് എന്ന് ചോദിച്ചാൽ നിനക്ക് ഏത് കളറാണ് വേണ്ടത് എന്നാണ് അർത്ഥം. വിച്ച് കളർ ഡു യു വോണ്ട്. ഇപ്പം നമുക്ക് ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല. അന്നേരം എങ്ങനെ പറയാം? എനി കളർ വിൽ ഡു. അതായത് ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥമാണ്. എനി കളർ വിൽ ഡു. ഇനി നിനക്ക് നാളെ കഴിഞ്ഞ സമയം ഉണ്ടാകുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? നാളെ കഴിഞ്ഞ് എന്ന് പറയുന്നത് ദ ഡേ ആഫ്റ്റർ ടുമോറോ എന്നാണ്. ഡേ ആഫ്റ്റർ ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ കഴിഞ്ഞ് എന്നാണ് അർത്ഥം. അപ്പം നാളെ കഴിഞ്ഞ് നിനക്ക് സമയം ഉണ്ടാകുമോ എന്നെങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് ടൈം ദ ഡേ ആഫ്റ്റർ ടുമോറോ? ഡു യു ഹാവ് ടൈം ദ ഡേ ആഫ്റ്റർ ടുമോറോ? ഡു യു ഹാവ് ടൈം എന്ന് പറഞ്ഞാൽ നിനക്ക് സമയം ഉണ്ടാകുമോ എന്നാണ് അർത്ഥം. സോ നാളെ കഴിഞ്ഞ് നിനക്ക് സമയം ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് ടൈം ദ ഡേ ആഫ്റ്റർ ടുമോറോ. ഇനി ഇപ്പം നമ്മൾ ആരോടെങ്കിലും എന്തിനെക്കുറിച്ചെങ്കിലും ചോദിക്കുമ്പം സാധാരണ കേൾക്കത്തില്ലേ, അതൊരു വലിയ കഥയാണ്, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും നിന്നോട് പറയാം. ഇതെങ്ങനെ പറയും? അതൊരു വലിയ കഥയാണ് എന്ന് പറയാൻ ഇറ്റ്സ് എ ലോങ് സ്റ്റോറി എന്ന് പറയാം. ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ്. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കഥയാണ് എന്നാണ് അർത്ഥം. ഐ വിൽ ടെൽ യു സം ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് അത് പറയാം. സം ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും എന്നുള്ള അർത്ഥമാണ്. സോ ഐ വിൽ ടെൽ യു സം ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും അത് പറയാം എന്നാണ് അർത്ഥം. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി, ഐ വിൽ ടെൽ യു സം ടൈം. പിന്നെ അടുത്തത്, എനിക്ക് കുറച്ചും കൂടി വേണം. അതെങ്ങനെ പറയും? വേണം എന്ന് പറയാൻ വോണ്ട് എന്ന് പറയാം. സോ ഐ വോണ്ട് സം മോർ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി വേണം എന്നാണ് അർത്ഥം. സം മോർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്നുള്ള അർത്ഥമാണ്. സോ ഐ വോണ്ട് സം മോർ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി വേണം എന്നാണ് മീനിങ്. പിന്നെ ഇനി 3 ദിവസം കൂടി ഉള്ളൂ എന്ന് പറയണം. അതെങ്ങനെ പറയും?
only 3 more days to go. only 3 more days to go. 3 more days to go എന്ന് പറഞ്ഞാൽ ഈ 3 ദിവസം കൂടി ഉള്ളൂ എന്നാണ് അർത്ഥം. only 3 more days to go. ഇനി അവൻ നിന്നെക്കുറിച്ച് ഏഷണി പറയുകയായിരുന്നു. ഇതെങ്ങനെ പറയും? ഏഷണി എന്ന് പറയാൻ ബാക്ക് ബൈറ്റ് ചെയ്യുക എന്ന് പറയാം. ബാക്ക് ബൈറ്റ്. സോ ഹി വാസ് ബാക്ക് ബൈറ്റിംഗ് യു എന്ന് പറഞ്ഞാൽ അവൻ നിന്നെക്കുറിച്ച് ഏഷണി പറയുകയായിരുന്നു എന്നാണ് അർത്ഥം. ഹി വാസ് ബാക്ക് ബൈറ്റിംഗ് യു. ഇനി അടുത്തത്, ഞാൻ നിനക്ക് എന്തെങ്കിലും കൊണ്ടുവരാം. അതെങ്ങനെ പറയും? ഐ വിൽ ഗെറ്റ് യു സംതിങ്. ഐ വിൽ ഗെറ്റ് യു സംതിങ്. ഗെറ്റ് യു സംതിങ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കൊണ്ടുവരാം എന്നുള്ള അർത്ഥമാണ്. സോ ഐ വിൽ ഗെറ്റ് യു സംതിങ് എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് എന്തെങ്കിലും കൊണ്ടുവരാം എന്നുള്ള അർത്ഥമാണ്. ഐ വിൽ ഗെറ്റ് യു സംതിങ്. ഇനി അടുത്തത്, ആരെങ്കിലും എന്നോട് പറയേണ്ടതായിരുന്നു എന്ന് പറയണം. നമുക്കറിയാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയേണ്ടപ്പം അവിടെ ഷുഡ് ഹാവ് പ്ലസ് V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ആരെങ്കിലും എന്നാ പറഞ്ഞത്. ആരെങ്കിലും എന്ന് പറയാൻ സംബഡി. സംബഡി ഷുഡ് ഹാവ്. പറയുക എന്നുള്ളത് ടെൽ ആണ്. അതിൻ്റെ V3 ഫോം ടോൾഡ് ആണ്. സോ സംബഡി ഷുഡ് ഹാവ് ടോൾഡ് മീ എന്ന്. സംബഡി ഷുഡ് ഹാവ് ടോൾഡ് മീ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്നോട് പറയേണ്ടതായിരുന്നു എന്നാണ് മീനിങ്. സംബഡി ഷുഡ് ഹാവ് ടോൾഡ് മീ. ഇനി ഞാൻ നിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു എന്ന് പറയണം. തിരിച്ചറിയുക എന്നെങ്ങനെയാണ് പറയുന്നത്? റെക്കഗ്നൈസ്. ശബ്ദം എന്ന് പറയാൻ വോയിസ്. സോ ഐ റെക്കഗ്നൈസ്ഡ് യുവർ വോയിസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ശബ്ദം തിരിച്ചറിഞ്ഞു എന്നാണ് അർത്ഥം. ഐ റെക്കഗ്നൈസ്ഡ് യുവർ വോയിസ്. ഇനി അടുത്തത്, നമുക്ക് മെയ് മാസത്തിൽ എപ്പോഴെങ്കിലും അവധിയെടുക്കാം എന്ന് പറയണം. അവധിയെടുക്കുക എന്ന് പറയാൻ നമുക്ക് ടേക്ക് എ വെക്കേഷൻ എന്ന് യൂസ് ചെയ്യാം. സോ വി വിൽ ടേക്ക് എ വെക്കേഷൻ സം ടൈം ഇൻ മെയ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയ്യിൽ എപ്പോഴെങ്കിലും വെക്കേഷൻ എടുക്കാം എന്നാണ് മീനിങ്. സം ടൈം ഇൻ മെയ് എന്ന് പറഞ്ഞാൽ മെയ് മാസത്തിൽ എപ്പോഴെങ്കിലും എന്നുള്ള അർത്ഥമാണ്. വി വിൽ ടേക്ക് എ വെക്കേഷൻ സം ടൈം ഇൻ മെയ്. ഇനി അടുത്തത്, എനിക്ക് ഇതിലും വേഗത്തിൽ ഓടാൻ കഴിയില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? എനിക്ക് ഓടാൻ കഴിയില്ല എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ കാൺട്ട് റൺ. ഐ കാൺട്ട് റൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓടാൻ കഴിയില്ല എന്നാണ്. അപ്പം കൂടുതൽ വേഗത്തിൽ എന്ന് പറയാൻ എനി ഫാസ്റ്റർ എന്ന് പറയാം. സോ ഐ കാൺട്ട് റൺ എനി ഫാസ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ വേഗത്തിൽ ഓടാൻ കഴിയില്ല എന്നാണ് അർത്ഥം. ഐ കാൺട്ട് റൺ എനി ഫാസ്റ്റർ. ഇനി ഇന്നലെ രാത്രി ഞാൻ വിചിത്രമായൊരു സ്വപ്നം കണ്ടു എന്ന് പറയണം. അതെങ്ങനെ പറയും? വിചിത്രമായൊരു സ്വപ്നം എന്ന് പറയാൻ സ്ട്രേഞ്ച് ഡ്രീം എന്ന് പറയാം. സ്ട്രേഞ്ച് ഡ്രീം എന്ന് പറഞ്ഞാൽ വിചിത്രമായൊരു സ്വപ്നം എന്നാണ്. സോ ഐ ഹാഡ് എ സ്ട്രേഞ്ച് ഡ്രീം ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി വിചിത്രമായൊരു സ്വപ്നം കണ്ടു എന്നാണ് അർത്ഥം. ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി എന്നാണ് അർത്ഥം. സോ ഐ ഹാഡ് എ സ്ട്രേഞ്ച് ഡ്രീം ലാസ്റ്റ് നൈറ്റ്. ഇനി അടുത്ത സെന്റൻസ്, ഞാൻ നിഷേധിച്ചിട്ടും അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കാതിരുന്നിട്ടും നീ എന്തിനാണ് അവിടെ പോകുന്നത് എന്ന് ചോദിക്കണം. നീ എന്തിനാണ് അവിടെ പോകുന്നത് എന്നെങ്ങനെയാണ് ചോദിക്കുന്നത്? വൈ ആർ യു ഗോയിങ് ദർ? വൈ ആർ യു ഗോയിങ് ദർ എന്ന് ചോദിച്ചാൽ നീ എന്തിനാണ് അവിടെ പോകുന്നത് എന്നാണ് അർത്ഥം. ഞാൻ സമ്മതിക്കാതിരുന്നിട്ടും എന്നെങ്ങനെ പറയും? ഡെസ്പൈറ്റ് മൈ ഡിനയൽ. ഡെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ എന്നിട്ടും എന്നുള്ള അർത്ഥമാണ്. ഡിനയൽ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചിട്ടും അല്ലെങ്കിൽ സമ്മതിച്ച് കൊടുക്കാതിരുന്നിട്ടും എന്നൊക്കെയുള്ള അർത്ഥമാണ്. സോ വൈ ആർ യു ഗോയിങ് ദർ ഡെസ്പൈറ്റ് മൈ ഡിനയൽ. ഇനി അടുത്തത്, അപ്രതീക്ഷിതമായി ഒരാളെ കണ്ടുമുട്ടുക എന്ന് പറയില്ലേ, അതിന് ബംപ്ഡ് ഇൻടു സംവൺ എന്ന് പറയാം. സോ ഞാൻ അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ അവളെ കണ്ടുമുട്ടി എന്ന് പറയണം. അതെങ്ങനെ പറയും? ഞാൻ അവളെ കണ്ടുമുട്ടി എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ ബംപ്ഡ് ഇൻടു ഹർ. ഇന്ന് രാവിലെ എന്ന് പറയാൻ ദിസ് മോർണിംഗ്. സോ ഐ ബംപ്ഡ് ഇൻടു ഹർ ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ അവളെ കണ്ടുമുട്ടി എന്നാണ് മീനിങ്. ഇനി നമ്മുടെ തീരുമാനം ശരിയായിരുന്നു. അതെങ്ങനെ പറയും? നമ്മുടെ തീരുമാനം എന്ന് പറയാൻ our decision was correct എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരുമാനം ശരിയായിരുന്നു എന്നാണ്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ശരി എന്നുള്ള അർത്ഥമാണ്. സോ our decision was correct എന്ന് പറഞ്ഞാൽ
നമ്മുടെ തീരുമാനം ശരിയായിരുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം മാറ്റി വേറൊരെണ്ണം വെക്കണം. അപ്പം അങ്ങനെ പറയണ്ടപ്പോൾ, അതായത് അങ്ങനെ മാറ്റി വെക്കാൻ എത്ര രൂപ നമ്മൾക്ക് ചെലവ് വരും എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൗ മച്ച് വുഡ് ഇറ്റ് കോസ്റ്റ് us to replace? How much would it cost for us to replace? How much would it cost എന്ന് പറഞ്ഞാൽ എത്ര ചിലവാകും എന്നുള്ള ഒരു അർത്ഥമാണ്. For us to replace എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് മാറ്റി വെക്കാൻ, അതായത് പഴയത് മാറ്റി വേറൊരെണ്ണം വെക്കുക എന്നുള്ള അർത്ഥമാണ് റീപ്ലേസ് എന്ന് വെച്ചാൽ. സോ ഹൗ മച്ച് വുഡ് ഇറ്റ് കോസ്റ്റ് ഫോർ അസ് ടു റീപ്ലേസ്. ഇനി ഈ ചെലവിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയത്തില്ലേ, അതിന് 1 രൂപ ചെലവ് പോലും വരില്ല, അല്ലെങ്കിൽ ഒരു ചില്ലിക്കാശ് പോലും ചെലവില്ല എന്ന് നമ്മൾ പറയത്തില്ലേ. അതെങ്ങനെയാണ് പറയുന്നത്? ഇറ്റ് വോണ്ട് കോസ്റ്റ് യു ഈവൻ എ പെന്നി. ഇറ്റ് വോണ്ട് കോസ്റ്റ് യു ഈവൻ എ പെന്നി. അതായത് അതിന് നിങ്ങൾക്ക് 1 രൂപ ചെലവ് പോലും വരില്ല, അല്ലെങ്കിൽ ഒരു ചില്ലിക്കാശ് പോലും ചെലവ് വരില്ല എന്നാണ് മീനിങ്. ഇറ്റ് വോണ്ട് കോസ്റ്റ് യു ഈവൻ എ പെന്നി. ഇനി ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു എന്ന് പറയണം. സമ്മതിക്കുക എന്ന് പറയാൻ നമുക്ക് അഡ്മിറ്റ് എന്ന് പറയാം. സോ ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുറ്റം സമ്മതിക്കുന്നു എന്നാണ് അർത്ഥം. ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക്. ഇനി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കതൊന്ന് ആദ്യം നോക്കണം, അല്ലെങ്കിൽ നോക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയത്തില്ലേ. ഇതെങ്ങനെയാണ് പറയുന്നത്? ഐ വിൽ ഹാവ് ടു ചെക്ക് ഫസ്റ്റ്. ഐ വിൽ ഹാവ് ടു ചെക്ക് ഫസ്റ്റ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്നുള്ള ഒരു അർത്ഥമാണ്. ഐ വിൽ ഹാവ് ടു ചെക്ക് എന്ന് പറഞ്ഞാൽ എനിക്കതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതെനിക്കൊന്ന് നോക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഐ വിൽ ഹാവ് ടു ചെക്ക് ഫസ്റ്റ്. ഇനി ഇന്ന് അതിരാവിലെ, അല്ലെങ്കിൽ വെളുപ്പിന് നേരത്തെ അവൻ മുംബൈക്ക് പുറപ്പെട്ടു എന്ന് പറയണം. അവൻ മുംബൈക്ക് പുറപ്പെട്ടു എന്ന് പറയുന്നത് ഹി ലെഫ്റ്റ് ഫോർ മുംബൈ എന്നാണ്. ഹി ലെഫ്റ്റ് ഫോർ മുംബൈ എന്ന് പറഞ്ഞാൽ അവൻ മുംബൈക്ക് പുറപ്പെട്ടു എന്നാണ് മീനിങ്. ഇന്ന് അതിരാവിലെ, അല്ലെങ്കിൽ രാവിലെ നേരത്തെ എന്നൊക്കെ പറയേണ്ടപ്പം ഏർലി ദിസ് മോർണിംഗ് എന്ന് പറയാം. സോ ഹി ലെഫ്റ്റ് ഫോർ മുംബൈ ഏർലി ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് അതിരാവിലെ അവൻ മുംബൈക്ക് പുറപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ഹി ലെഫ്റ്റ് ഫോർ മുംബൈ ഏർലി ദിസ് മോർണിംഗ്. ഇനി അടുത്തത്, ഞാൻ ചായയോ കാപ്പിയോ കുടിക്കാറില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് ടേക്ക് ടീ ഓർ കോഫി. ഇവിടെ ടേക്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. സോ ഐ ഡോണ്ട് ടേക്ക് ടീ ഓർ കോഫി എന്ന് പറഞ്ഞാൽ ഞാൻ ചായയും കാപ്പിയും കുടിക്കാറില്ല എന്നാണ് അർത്ഥം. ഐ ഡോണ്ട് ടേക്ക് ടീ ഓർ കോഫി. ഇനി അതിന് സമയമെടുക്കും എന്ന് പറയണം. അതെങ്ങനെ പറയും? സമയമെടുക്കുക എന്ന് പറയാൻ ടേക്ക് ടൈം എന്നാണ് പറയുന്നത്. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം എന്ന് പറഞ്ഞാൽ അതിന് സമയമെടുക്കും എന്നാണ് അർത്ഥം. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇനി അടുത്തത്, നിനക്ക് എന്തുകൊണ്ട് ഞാൻ പറയുന്നതൊന്ന് കേട്ടുകൂടാ? അതെങ്ങനെ പറയും? വൈ ഡോണ്ട് യു ലിസൺ ടു മീ? വൈ ഡോണ്ട് യു ലിസൺ ടു മീ? ലിസൺ ടു മീ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കേൾക്കുക എന്നുള്ള അർത്ഥമാണ്. സോ വൈ ഡോണ്ട് യു ലിസൺ ടു മീ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തുകൊണ്ട് ഞാൻ പറയുന്നതൊന്ന് കേട്ടുകൂടാ എന്നാണ് അർത്ഥം. വൈ ഡോണ്ട് യു ലിസൺ ടു മീ. ഇനി അടുത്തത്, ഇപ്പം നമ്മളൊരു റൂമിലോട്ടൊക്കെ കയറി ചെല്ലുമ്പം ആകപ്പാട് അലങ്കോലമായി കിടക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ഈ റൂമിൻ്റെ അവസ്ഥയൊന്ന് നോക്കി എന്ന് നമ്മൾ പറയത്തില്ലേ. അതെങ്ങനെ പറയും? ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ദ റൂം. സ്റ്റേറ്റ് ഓഫ് ദ റൂം എന്ന് പറഞ്ഞാൽ റൂമിൻ്റെ അവസ്ഥ, മുറിയുടെ അവസ്ഥ എന്നുള്ള അർത്ഥമാണ്. സോ ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ദ റൂം എന്ന് പറഞ്ഞാൽ മുറിയുടെ അവസ്ഥയൊന്ന് നോക്കിക്കേ എന്നുള്ള അർത്ഥമാണ്. ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ദ റൂം. ഇനി നമ്മൾ പറയത്തില്ലേ, എന്തു തന്നെ വന്നാലും. ഇതെങ്ങനെയാണ് പറയുന്നത്? കം വാട്ട് മേ. കം വാട്ട് മേ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വന്നാലും എന്നുള്ള അർത്ഥമാണ്. കം വാട്ട് മേ. ഇനി അടുത്തത്, നീ എത്ര നാളായിട്ട് ഈ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് എന്ന് ചോദിക്കണം. എത്ര നാളായിട്ട് എന്ന് പറയാൻ ഹൗ ലോങ് എന്ന് പറയാം. സോ ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഇൻ ദിസ് കമ്പനി എന്ന് ചോദിച്ചാൽ നീ കമ്പനിയിൽ എത്ര നാളായിട്ട് ജോലി ചെയ്യുകയാണ് എന്നുള്ള അർത്ഥമാണ്. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഇൻ ദിസ് കമ്പനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര നാളായിട്ട് ഈ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ്. ഇനി ഒരു പ്രാവശ്യം കൂടി ശ്രമിക്കുക. ഇതെങ്ങനെ പറയും? ശ്രമിക്കുക എന്ന് പറയാൻ ട്രൈ. ഒരു പ്രാവശ്യം കൂടി എന്ന് പറയാൻ വൺസ് അഗെയിൻ എന്ന് പറയാം. ട്രൈ വൺസ് അഗെയിൻ എന്ന് പറഞ്ഞാൽ
ഒരു പ്രാവശ്യം കൂടി ശ്രമിക്ക് എന്നാണ് മീനിങ്. ട്രൈ വൺസ് അഗെയിൻ. ഇനി അടുത്തത് കടകളിലെല്ലാം വളരെ തിരക്കായിരുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? The shops were all very crowded. Crowded എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് എന്നുള്ള അർത്ഥമാണ്. സോ കടകളിലെല്ലാം ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറയാനുള്ള the shops were all very crowded. ഇനി അടുത്തത് അവൻ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കണം. സോ ഇവിടെ അറിഞ്ഞു എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? അപ്പോൾ എങ്ങനെ എന്ന് ചോദിക്കാൻ നമുക്കറിയാം ഹൗ. അറിഞ്ഞു എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഡിഡ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യണം. സോ ഹൗ ഡിഡ് ഹി നോ എന്ന് ചോദിച്ചാൽ അവൻ എങ്ങനെ അറിഞ്ഞു എന്നാണ്. ഹൗ ഡിഡ് ഹി നോ. ഇനി അവൻ എങ്ങനെ അറിയാമെന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ? നമുക്കറിയാം അവൻ അറിയാമെന്നെങ്ങനെയാണ് പറയുന്നത്? ഹി നോസ്. സോ അവൻ എങ്ങനെ അറിയാമെന്നെങ്ങനെ ചോദിക്കും? ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഡസ് ആണ് ഓക്സിലറി വെർബ്. സോ ഹൗ ഡസ് ഹി നോ എന്ന് ചോദിച്ചാൽ അവൻ എങ്ങനെ അറിയാം എന്നാണ് മീനിങ്. പിന്നെ ഇപ്പം സമയം കഴിഞ്ഞു എന്ന് നമ്മൾ പറയത്തില്ലേ, അതെങ്ങനെ പറയും? ടൈം ഈസ് അപ്പ്. ടൈം ഈസ് അപ്പ് എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞു എന്നാണ് മീനിങ്. ടൈം ഈസ് അപ്പ്. ഇനി എന്നെ തിരിച്ച് വിളിക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? വിളിക്കുക എന്ന് പറയാൻ കോൾ എന്ന് പറയാം. സോ കോൾ മീ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്നെ തിരിച്ചു വിളിക്കുക എന്നാണ് അർത്ഥം. ഇനി കോളിന് പകരമായിട്ട് നമുക്ക് റിങ് എന്നുള്ള വേർബും യൂസ് ചെയ്യാം. സോ റിങ് മീ ബാക്ക് എന്ന് പറഞ്ഞാലും എന്നെ തിരിച്ചു വിളിക്കുക എന്നുള്ള അർത്ഥമാണ്. കോൾ മീ ബാക്ക് അല്ലെങ്കിൽ റിങ് മീ ബാക്ക്. ഇനി അവൻ ഗാഠനിദ്രയിലാണ് എന്ന് നമ്മൾ പറയത്തില്ലേ, അതെങ്ങനെ പറയും? ഗാഠനിദ്ര എന്ന് പറയാൻ ഫാസ്റ്റ് അസ്ലീപ്പ് എന്ന് പറയാം. ഹീസ് ഫാസ്റ്റ് അസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അവൻ നല്ല ഉറക്കത്തിലാണ് അല്ലെങ്കിൽ ഗാഠനിദ്രയിലാണ് എന്നാണ് മീനിങ്. ഹീ ഈസ് ഫാസ്റ്റ് അസ്ലീപ്പ്. ഇനി അടുത്തത് ഞാൻ കുറച്ച് ധൃതിയിലാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ധൃതിയിൽ എന്ന് പറയാൻ ഇൻ എ ഹറി എന്ന് പറയാം. സോ ഐ ആം ഇൻ എ ഹറി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ധൃതിയിലാണ് എന്നാണ് അർത്ഥം. ഐ ആം ഇൻ എ ഹറി. സോ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.